അപ്പം ഇന്ന് രാവിലത്തെ അടുക്കളയിലെ കുറച്ച് പരിപാടികളാണ്. രാവിലെ ദോശയുടെ മാവിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് വേഗം ദോശയും കൂടെ ചുട്ട് വെക്കാമല്ലോ എന്നോർത്ത് ദോശ ചുട്ട് വെച്ചേ. പിന്നെ ഇച്ചിരി അരി ഇടാന്ന് ഓർത്താണ്. കാരണം അമ്മയ്ക്കും അച്ഛനും ഏട്ടനൊക്കെ ഇവിടെ വെള്ളരി ഇഷ്ടമാണ്. പക്ഷെ എനിക്കും കണ്ണന് അത്ര പറ്റൂല. അപ്പം ഞാൻ ഇച്ചിരി കണ്ണനും എനിക്കും കൂടെ മാത്രമായിട്ട് ഇച്ചിരി നല്ല ചോറിടാലോ എന്ന് ഓർത്തിട്ട് അതങ്ങ് ഇട്ട് വെച്ചു കേട്ടോ. റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാമല്ലോ തിളച്ച് കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ അതും ഇട്ട് പിന്നെ ഇച്ചിരി പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊന്ന് തോരനാക്കാന്ന് ഓർത്തിട്ട് തേങ്ങയും പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും 2 വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ആയിട്ട് ഞാൻ അതങ്ങ് ചതച്ചെടുത്തു കേട്ടോ. പച്ചമുളക് ഞാൻ ഒത്തിരി ഇടാത്ത കണ്ണന് കൂടെ കൊടുക്കാമല്ലോ, അപ്പോൾ ഒത്തിരി എരിവ് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷെ ആ മുളക് ഇട്ടപ്പോൾ തന്നെ നല്ല എരിവുണ്ടായിരുന്നു. അങ്ങനെ ഇത് കടുകൊക്കെ പൊട്ടിയിട്ട് പയറും അരപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. കാരണം പയർ ഓൾറെഡി വെന്തിട്ടുള്ളതുകൊണ്ട് ഒത്തിരി സമയം വേണ്ടി വന്നില്ല. തേങ്ങയുടെ ആ ഒരു പച്ചമണം ആ ഒരു വേവണ സമയം എടുത്തുള്ളേ. അങ്ങനെ അതൊക്കെ അടച്ചു വെച്ച് പയറുതോര സെറ്റാക്കി വെച്ചു. പിന്നെ കഴിഞ്ഞ ദിവസത്തെ മോരുകറി കുറച്ച് ഇരിപ്പുണ്ട്. അപ്പം അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട് വേറെ കറി പ്രത്യേകിച്ചൊന്നും വെച്ചില്ല കേട്ടോ. പിന്നെ ചോറും അപ്പോഴേക്കും തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്ത് റൈസ് കുക്കറിലേക്ക് വെച്ചു. പിന്നെ ഇച്ചിരി പാത്രം കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതും കൈയോടെ അങ്ങ് കഴുകി വെച്ചു കേട്ടോ. അങ്ങനെ ഇന്നത്തെ അടുക്കളയിലെ പരിപാടി ഏകദേശം തീർന്നു കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. ബൈ.